എല്ലാ ഫിറ്റ്നസ് ട്രെയിനേഴ്സിനും ജോലി ലഭ്യമാക്കുക, ആ ഒരു ആശയം ശരിക്കും എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നി. അതിന്റെ പേരാണല്ലേ കെൻജോ. ഓക്കെ, എങ്ങനെയാണ് ആ ഒരു ആശയം മുന്നോട്ട് വെച്ചത്? ആശയത്തിന് പ്രത്യേകിച്ച് എല്ലാവർക്കും ജോബ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ മെയിൻ ഉദ്ദേശമുള്ളത്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റിൽ തന്നെ നമ്മളൊരു ഫിറ്റ്നസ് അക്കാദമി ഓൺ ചെയ്യുക എന്ന് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഒരു സർവേ ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും നീങ്ങിയിരുന്നത്. ഫസ്റ്റ് ഞങ്ങൾ നോക്കിയത് ഇന്റർനാഷണലി ആൻഡ് നാഷണലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് വേണ്ടത്. മീൻസ് ഇറപ്സ് ഒക്കെ പോലെയുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിലേ അബ്രോഡൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ടുള്ളൂ. നാഷണലി വരുമ്പോൾ സ്കില്ലിൻ്റെ ഉണ്ട്. അപ്പോൾ അത്തരം സർട്ടിഫിക്കറ്റ്സ് ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാക്കി. സെയിം ടൈമിൽ തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, എസ്പെഷ്യലി ഞാനൊരു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലുള്ള ആളായതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷനിൽ ക്ലാസ്സിൻ്റെ ഞങ്ങൾ ഒരു വിധത്തിലും കോംപ്രമൈസ് ചെയ്യാൻ വില്ലിങ് അല്ല. അപ്പോൾ അതിനുള്ള ഫാക്കൽറ്റീസിനെയായിരുന്നു പിന്നെ നമ്മൾ നോക്കിയിരുന്നത്. മീൻസ് എന്താ പറയുക, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ ആത്മാർത്ഥയോടെ ഈ ഒരു ഫീൽഡിനോട് വളരെ താല്പര്യമുള്ള ഫാക്കൽറ്റീസ് ആണുള്ളത്. അതായത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും അവർക്ക് സംശയങ്ങൾ ചോദിക്കാം. ഇവരത് സ്നേഹത്തോടെ ഇഷ്ടത്തോടു കൂടി പറഞ്ഞു കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫീൽഡിൽ വരുന്ന കോഴ്സ് പഠിക്കാൻ വരുന്നതിൽ പല ടൈപ്പ് സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിടെക് കഴിഞ്ഞിരിക്കുന്ന എത്രയോ ആളുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വെറും SSLC മാത്രം, 10th മാത്രം, അവരെ പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഈ ഫീൽഡിനോട് ഇഷ്ടം കൊണ്ടായിരിക്കാം, അവർ ആ ഒരു എഡ്യൂക്കേഷനേ ഉള്ളൂ അവരെടുത്ത്. അപ്പോൾ ആ ആൾക്കും ബിടെക് എടുക്കുന്ന ആൾക്കും ബിടെക്കിന്റെ റേഞ്ചിൽ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഫാക്കൽറ്റീസ് വളരെ സിമ്പിളായിട്ട് ഏതൊരു സാധാരണ ഒരാൾക്കും കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. അതിൻ്റെ ഏറ്റവും ഞങ്ങൾക്ക് അത് സക്സസ് ആണെന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻസിന്റെ കെയർ ഓഫിലാണ് നമുക്ക് ഓരോ അഡ്മിഷൻസും ഉണ്ടാവുന്നത്. അവർ തന്നെയാണ് നമുക്ക് ഇങ്ങനെ പുതിയ പുതിയ സ്റ്റുഡൻസിനെ കൊണ്ടുവരുന്നത്. കാരണം അവരൊക്കെ എടുത്ത് പറയാനുണ്ട്, നിങ്ങളെ ക്ലാസ് ഒന്നും പറയാനില്ല, അത്രയും സിമ്പിളാണ്. ഓരോ ഫാക്കൽറ്റീസിന്റെ പേരെടുത്തിട്ട് പറയും. ജയശ്രീ മാം ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തവണ നിങ്ങൾ എന്താ ചോദിക്കാത്തതെന്ന് ചോദിക്കാം. മനസ്സിലായില്ലേ മക്കളെ, മനസ്സിലായില്ലേ എന്ന് അങ്ങനെ ചോദിച്ചെടുക്കുന്നതാ. അപ്പൊ നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ് വരുന്നതും അങ്ങനെയാണ്. സുമേഷ് സാറുണ്ട്, മീൻസ് ഡോക്ടർ ആരി സാറുണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞാല് ഈ ഫീൽഡിനോട് അത്രയും പാഷനേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരങ്ങനെയും ക്ലാസ് കൊണ്ടുവന്നു, നല്ല ക്ലാസ് കൊടുത്തു, നല്ല സർട്ടിഫിക്കറ്റ്സ് കൊടുത്തു. ഇനി അടുത്ത ഓപ്ഷനാണ് ഇവർക്ക് ഏൺ ചെയ്യാനുള്ള ഒരു അവസരവും കൂടി നമ്മൾ തന്നെ ഉണ്ടാക്കണം. അവരെ എന്താണെങ്കിലും ഈ കോഴ്സ് ചെയ്യാൻ വന്നതിന്റെ ഉദ്ദേശം പാഷൻ കൊണ്ടാണെങ്കിലും ശരി, പക്ഷെ പാഷൻ മാത്രം പോരാ, ക്യാഷ് തന്നെ ആവശ്യമല്ലേ. അപ്പോൾ പാഷൻ നമ്മളെപ്പോഴും പറയാം, നിങ്ങൾ പാഷൻ അങ്ങനെ തന്നെ വെച്ചോ. ആ പാഷൻ ഉണ്ടാകുമ്പോഴേ നമുക്ക് ചെയ്യുന്ന ജോബ് കുറച്ചും കൂടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റണം, ജോബ് കിട്ടണം. ഇത് എവിടുന്ന് കിട്ടുക? അപ്പൊ നമ്മളെ സ്റ്റുഡൻസ് മറ്റുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്യണ്ട, ഞങ്ങൾ തന്നെ ഒരു റൂട്ട് ഉണ്ടാക്കുക, ഒരു വേ ഉണ്ടാക്കുക. അപ്പോഴേ ഞങ്ങളെ ആ ടാഗ് ലൈൻ ആവുന്നുള്ളൂ. ഞങ്ങളെ കെൻസോ അക്കാദമിയുടെ ടാഗ് ലൈൻ തന്നെ വേ ടു ഫിറ്റ്നസ് കരിയറാണ്. ഫിറ്റ്നസ് കരിയറിലേക്കുള്ള ഒരു വേ ആണ്. ആ വേയിലേക്കുള്ള ഏറ്റവും വലിയ സാധനമാണിത്, അല്ലെ? അവർക്കൊരു ജോലി കിട്ടുക അല്ലെങ്കിൽ ഏൺ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുക എന്ന് പ്ലാൻ ചെയ്തപ്പോഴാണ് ഈ ഒരു ജോബ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ജോബ് പോർട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വേറൊരു അഡ്വാൻറ്റേജ് കിട്ടി. ഈ ഒരു ജോബ് പോർട്ടൽ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു അപ്ഡേറ്റ്സ് അതിലുണ്ടായിരിക്കുന്ന എന്താ വെച്ചാല്, ഒരുപാട് ഫിറ്റ്നസ് സെന്ററുകൾ, ജിമ്മുകൾ ഇതിപ്പോ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്റ്റുഡൻസിന് മാത്രമല്ല, ഒരിക്കലും അബ്സല്യൂട്ട്ലി റോങ് ആണ്. നമ്മുടെ സ്റ്റുഡൻസിനും ഉപയോഗിക്കാം. ഈ ഒരു ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലുള്ള ഏതൊരാൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ, നിങ്ങളൊരു ജിമ്മ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഫീമെയിൽ ട്രെയിനേഴ്സിനെ വേണം, അല്ലെങ്കിൽ മെയിൽ ട്രെയിനേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ 7034881188 എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾ എത്ര വേക്കൻസീസ് ഉണ്ടെന്ന് നിങ്ങൾ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കെൻസോ academy.com എന്ന് പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെ അത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യും. ഇത് കണ്ടിട്ട് ആർക്കും കോൺടാക്ട് ചെയ്യാം. അത് ഞങ്ങളെല്ലാം കോൺടാക്ട് ചെയ്യേണ്ടത്, ഡയറക്റ്റ് വേക്കൻസി ഉള്ള ഫിറ്റ്നസ് സെന്ററോ ജിമ്മോ എവിടെ വെച്ചാൽ അവരെ തന്നെ കോൺടാക്ട് ചെയ്യാം. അവർക്ക് ജോബിന് പോവാം. അവർക്ക് തന്നെ അവരെ സാലറിയോ റെമ്യൂണറേഷനോ എന്ത് വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞങ്ങളൊരു സിംഗിൾ വിൻഡോ, എല്ലാവർക്കും കൂടി ഉപയോഗിക്കാൻ പറ്റിയ ഒരു സിംഗിൾ വിൻഡോ ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണത്. ഇതിന് ഒരു ചാർജ് കൊടുക്കുന്നില്ല, ഒന്നും വാങ്ങുന്നില്ല. ഇത് വർക്ക് ചെയ്യുന്നത് പക്ക ഫ്രീ ഓഫ് കോസ്റ്റിലാണ്. അത് നമ്മളൊരു ഈ ഒരു ഫിറ്റ്നസ് ഇൻഡസ്ട്രീനോടുള്ള ഞങ്ങളെ ഒരു പാഷനും ആവാം, പിന്നെ ഈ ഒരു ഫിറ്റ്നസ് ഇൻഡസ്ട്രീനോട് ഞങ്ങൾ കാണിക്കുന്ന ഒരു
ഒരു കമ്മിറ്റ്മെന്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പൊ ഒരുപാട് ആളുകൾ നമ്മളോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വേണ്ടാത്ത പണിയാണ്, പക്ഷെ അത് കേട്ടത് തന്നെയാണ് നമുക്ക് നോക്കിയത്. വേണ്ടാത്ത അങ്ങനത്തെ ഒരു പണി ഉണ്ടെങ്കിൽ അത് എന്താണെന്നും കൂടി നോക്കാം മീൻസ് എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇനി ഇതുപോലത്തെ വല്ല ഐഡിയാസും ഉണ്ടോ? പുതിയ ഐഡിയാസ് ഇഷ്ടം പോലെ ഉണ്ട്. ഐഡിയക്ക് ഒരു പവറും ഇല്ല. ഇപ്പൊ നമ്മളിപ്പോ ഐഡിയ അല്ല, നമ്മളിപ്പോ എന്ന് വെച്ചാൽ ഇതിപ്പോ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റിയതാണ് കെൻജോബ്. അപ്പോ അതല്ലാതെ നമ്മളെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ്ലി കെൻസോ അക്കാദമിയിലെ ഫിറ്റ്നസ് ട്രെയിനിങ് കോഴ്സ് ചെയ്യുന്ന നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രം നമ്മളൊരു ഈ ഓഗസ്റ്റ് 15 മീൻസ് നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ എന്താ പറയുക, ഈ ഫിറ്റ്നസ് സെന്ററുകളിലും ജിമ്മുകളിലും എത്താൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. വർക്കൗട്ട് ചെയ്യണമെന്ന് ഇഷ്ടമുണ്ട്, പക്ഷെ അവർക്ക് ഓഫീസ് വർക്കിങ്ങിന്റെ ഇഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഗതികൾ കൊണ്ടോ അവർക്ക് ജിമ്മിലൊന്നും വരാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ഓൺലൈനും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ട്രെയിനേഴ്സിനെ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ഒരുപാട് എൻക്വയറി ഉണ്ട്. അപ്പോഴാണ് നമ്മൾ ഇത് ഓൾറെഡി ഞങ്ങൾ ഉണ്ടാക്കിയത്, ഇത് ഓൾറെഡി ബോംബെ, ഡൽഹി അവിടെയൊക്കെ ഉള്ളതാണ്. പക്ഷെ അതൊക്കെ പേയ്മെന്റ് വാങ്ങിയിട്ടാണ് നമ്മുടെ സ്റ്റുഡൻസിന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുന്നത്. അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ ക്ലയന്റ് ഡയറക്റ്റ് സ്റ്റുഡന്റിന് തന്നെ, അതായത് ഈ ട്രെയിനർക്ക് തന്നെയാണ് ചെയ്യേണ്ടത്, ഞങ്ങൾക്കൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താ വെച്ചാൽ ഒരു നോമിനൽ എമൗണ്ട് തന്നെ ക്ലയന്റിന് ഒരു ട്രെയിനറെ കിട്ടുകയും ചെയ്യും, ട്രെയിനർക്ക് ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ചെയ്യാൻ മതി. കാരണം ഞങ്ങളുടെ അടുത്ത് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഞങ്ങളുടെ അടുത്ത് ഇതിപ്പോ ഞങ്ങൾ 8ാമത്തെ ബാച്ചാണ്. ഇപ്പോൾ ഓരോ ബാച്ചിൽ 30-40 സ്റ്റുഡൻസ് വെച്ചിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ആളുകൾക്കൊക്കെ ഓരോരോ ജോബിനുള്ള അവസരങ്ങൾ, ഓരോ ഏൺ ചെയ്യാനുള്ള അവസരങ്ങൾ ഇതുപോലെ ഓരോന്ന് ചെയ്യുന്നു എന്നോ. ഇനിയുണ്ട് ഒരുപാട് പ്ലാൻ ഉണ്ട്, ഇപ്പൊ ഔട്ട് ചെയ്യാനായിട്ടില്ല, അതുകൊണ്ടാണ്.